വീണ്ടും ഈ സമയത്തിനാണ് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രി വീണ്ടും ദൈവസന്നിധിയിൽ വന്ന് ദൈവത്തിന്റെ വചനം അഭ്യസിക്കുവാൻ കർത്താവ് നമുക്ക് നൽകിയ നല്ല അവസരത്തിനായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം നമുക്ക് ക്ലാസ്സുകളിലായിരുന്നു. വീണ്ടും ഒരു ദിവസത്തിന് ശേഷം നമുക്ക് ഒരുമിച്ച് ദൈവ സാന്നിധ്യം അനുഭവിക്കാനും ദൈവിക കാര്യങ്ങൾ പഠിക്കാനും കർത്താവ് ഇടയാക്കേണ്ട വലിയ കൃപയ്ക്കായിട്ട് ഞാൻ സ്തോത്രം. നമ്മൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. കർത്താവിന്റെ പരിശുദ്ധാത്മാവിന്റെ ദൈവികതയെക്കുറിച്ചും ദൈവിക തത്വവുമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനുള്ള ബന്ധത്തെക്കുറിച്ചുമൊക്കെ നമ്മൾ പഠിച്ചു. എന്നാൽ അതിലുപരിയായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ മനുഷ്യരിൽ എങ്ങനെ അത് നടക്കുന്നു, അതിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ഏത് രീതിയിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെയാണ് നമ്മളിന്ന് ഈ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പഴയ നിയമത്തിലെ പല വിശുദ്ധന്മാരായ ആളുകളിൽ കർത്താവ് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ചരിത്രമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നോഹയുടെ കാലത്ത് കർത്താവ് പറഞ്ഞു, ഇനി എന്റെ ആത്മാവ് എന്നേക്കും ജനങ്ങളിൽ വസിക്കത്തില്ല, അല്ലെങ്കിൽ വാദിച്ചുകൊണ്ടിരിക്കത്തില്ല. എന്നാൽ അവൻ പൂർണ്ണമായും ദൈവത്തിന്റെ ആത്മാവിനെ എടുത്തു കളഞ്ഞുമില്ല. ദൈവത്തിന്റെ ആത്മാവുള്ള മനുഷ്യനായിട്ട് നമ്മൾ യോസഫിനെ കാണുന്നുണ്ട്. ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുവനെ കണ്ടെത്തുമോ എന്ന് ചോദിക്കുന്ന നിലയിൽ. അതുപോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിവിപുലമായ നിലയിൽ, അത്യധികമായ നിലയിൽ, ആഴത്തിൽ ചില പ്രത്യേക ദൗത്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി ദൈവം തെരഞ്ഞെടുത്ത ജനങ്ങളുടെ അല്ലെങ്കിൽ മനുഷ്യരുടെ മേൽ സമ്പൂർണ്ണമായും ആവസിച്ചിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അതിന് പുതിയ നിയമത്തിൽ നമ്മൾ യോഹന്നാന്റെ ഉദാഹരണവും പഴയ നിയമത്തിൽ നമ്മൾ മോശയുടെ ഉദാഹരണവും കണ്ടു. മോശയുടെ പ്രവൃത്തി, മോശ ചെയ്യേണ്ടിയിരുന്ന പ്രവൃത്തി വളരെ വളരെ വിശാലമായ, അല്ലെങ്കിൽ സ്വാഭാവികമായി നമുക്ക് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ഒരാൾക്ക് ചെയ്യാൻ കഴിയാവുന്നതിനപ്പുറത്തുള്ള പ്രവൃത്തിയായിരുന്നു. എന്നാൽ ആ പ്രവൃത്തി നിർവഹിക്കാനായിട്ട് ആവശ്യമുള്ള അത്രയും ആത്മശക്തിയെ ദൈവം കൊടുത്തിട്ടുണ്ടായിരുന്നു. അവനത് പ്രയാസമാണെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യാം, നീ കുറച്ച് പേരെ എടുക്കും, 70 പേരെ അല്ലെങ്കിൽ 12 ഗോത്രങ്ങളിൽ നിന്ന് ആളുകളെ തെരഞ്ഞെടുക്കുക. പക്ഷേ ഞാൻ കൊടുക്കുന്ന ഇവിടുന്നായിരിക്കും, നിന്നിലുള്ള ആത്മാവിനെ എടുത്ത് അവർക്ക് പകർത്ത് കൊടുക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് ചെയ്യാനുള്ള പ്രവൃത്തിക്ക് ആവശ്യമുള്ള ആത്മാവിനെ ഞാൻ നിനക്ക് തന്നിട്ടുണ്ട്. അല്ലാതെ ഫറവോനെ പോലെ ഞാൻ എന്ത് ചെയ്യത്തില്ല, ഇഷ്ടിയുടെ എണ്ണം കുറയ്ക്കാൻ പറ്റത്തില്ല, വൈക്കോട് തരികയില്ലെന്ന് പറയത്തില്ല. കർത്താവ് എപ്പോഴും എന്താ പറയുന്നത്, നീ എന്ത് ചെയ്യണോ അതിനുള്ള ആത്മാവിനെ ഞാൻ നിനക്ക് തരാം. അപ്പോൾ നമ്മുടെ പ്രവൃത്തികളിൽ എപ്പോഴും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെ ദൈവം ഭരമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എത്രയാണോ അത്രയ്ക്കുമുള്ള ആത്മാവിനെയാണ് കർത്താവ് നമുക്ക് തരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് എനിക്ക് സഹിക്കാൻ വയ്യാത്ത ഭാരം കർത്താവിന്റെ തലയെ കെട്ടിവെച്ചിരിക്കുന്നെന്ന് ആർക്കും പറയേണ്ട കാര്യമില്ല. പക്ഷേ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തനത്തെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രവൃത്തി തുടങ്ങുമ്പോൾ നമുക്കൊരു ടെൻഡൻസി ഉണ്ട് എല്ലാം കൂടെ എടുത്ത് തലയെ കെട്ടിവെക്കാൻ, തനിയെ ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ. പിന്നെ കർത്താവെ എനിക്കിത് വയ്യ, എനിക്ക് ആത്മാവിനെ കൂടുതൽ തരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് പറയും, നിന്നോട് പറഞ്ഞില്ലല്ലോ ഒന്നും ചെയ്യാൻ. അതുകൊണ്ട് ദൈവം പറയാത്ത പ്രവൃത്തി ചെയ്യാനായിട്ട് ദൈവത്തിന്റെ ആത്മാവിനെ നമുക്ക് തരണമെന്ന് നിർബന്ധമില്ല. ഒരുപക്ഷെ ദൈവം നമ്മളെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത് വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യാതെ ദൈവത്തിന്റെ സന്നിധി തന്നെ ഇരിക്കാനായിരിക്കും. നേതാക്കന്മാരെ കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്നവർ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കാനാണ്. അപ്പോസ്തലന്മാര് അവരുടെ ആദിമ സഭയിൽ ചില ചില്ലറ പ്രശ്നങ്ങളുണ്ടായി. ചില്ലറ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമില്ല, അന്ന് വിധവമാരെ കുറിച്ച് നല്ല കൺസേൺ ഉണ്ടായിരുന്നു. അതിനകത്ത് വിധവമാരുടെ കൂട്ടത്തിൽ യവനായ ഭാഷയിൽ നിന്ന് അത് സംസാരിക്കുന്ന ആളുകളുടെ വിധവമാർക്ക് വേണ്ടത്ര പരിഗണന കിട്ടുന്നില്ല എന്നുള്ള ഒരു ചെറിയൊരു കംപ്ലൈന്റ് വന്നപ്പോൾ അതും കൊണ്ട് ആരുടെ അടുത്ത് വന്നു, അപ്പോസ്തലന്മാരുടെ അടുത്ത് വന്നു. അപ്പോസ്തലന്മാർ പറഞ്ഞു, ഇതൊക്കെ നിങ്ങൾ വല്ലതും കൈകാര്യം ചെയ്യേണ്ട പൊന്നു സഹോദരന്മാരെ, അതിനും ആത്മാവ് വേണം. പക്ഷെ ആ ആത്മാവല്ല ഞങ്ങളുടെ മേൽ പകർന്നിരിക്കുന്നത്. ഏത്? എല്ലാത്തിനും ആത്മാവ് വേണം. നമ്മൾ ഇന്നലെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ബെസലേലിനെ കുത്തുപണിയാൻ എന്ത് വേണം? ആത്മാവ് വേണം. പക്ഷെ ബെസലേലിന്റെ മേൽ പകർന്നിരിക്കുന്ന ആത്മാവല്ല യോശുവയുടെ മേൽ പകർന്നിരിക്കുന്നത്, അല്ലെങ്കിൽ മോശയുടെ മേൽ പകർന്നിരിക്കുന്നത്. ഓരോന്നിനും കർത്താവ് എന്താണ് അവരെ ഫലമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നിർവഹിക്കാനുള്ള പരിശുദ്ധാത്മ ശക്തിയാണ് നൽകുന്നത് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ ഇന്ന് ഈ ബെസലേലിന്റെ മേലുള്ള ആ ആത്മാവിന്റെ പ്രവർത്തനവും യോശുവയുടെ മേലുള്ള ആത്മാവിന്റെ പ്രവർത്തനവും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് പഠിച്ചാൽ നമുക്ക് പല കാര്യങ്ങൾ ദൈവാത്മ പ്രവർത്തനത്തിന്റെ വ്യത്യസ്തത മനസ്സിലാക്കാനായിട്ട് കഴിയും. ബെസലേലിനോട് കർത്താവ് പറയുന്നത് എന്താണ്? ബെസലേലിന് കർത്താവ് ദൈവം പേർ ചൊല്ലി വിളിച്ചു. എല്ലാവരെയും വിളിക്കുന്നുണ്ട്, പക്ഷേ ബെസലേലിനോട് പേർ ചൊല്ലി വിളിച്ചു. പേർ ചൊല്ലി വിളിക്കുന്നവർ മാത്രമാണ് സമാഗമന കൂടാരത്തിന് പണി നിർത്തുന്നത് നമ്മൾ ചിന്തിക്കരുത്. പേർ ചൊല്ലി വിളിച്ചത് ഒരു സ്പെസിഫിക് വർക്കിന് വേണ്ടിയാണ്. ബെസലേൽ തന്നെയൊന്നുമല്ല പണിയുന്നത്, ഇല്ലേ? 100 കണക്കിന് ആളുകൾ ആ പണിയിൽ പങ്കാളികളായിട്ടുണ്ട്. അപ്പോൾ പേർ ചൊല്ലി വിളിച്ചില്ലെങ്കിലും സുവിശേഷ വേല ചെയ്യാം. പക്ഷേ ദൈവം ചില ആളുകളോട് ഇന്ന സ്ഥലത്ത് പോകാൻ പറയും, ഇന്ന പീപ്പിൾ ഗ്രൂപ്പിനിടയ്ക്ക്
പ്രവർത്തിക്കാൻ പറയും. ഞങ്ങളുടെ കൂടെ 70 മിഷണറീസ് ഉണ്ട്. അതിനകത്ത് ഇൻഡിപെൻഡന്റ് ആയിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ പുതിയ സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. അവരെ ആരും ഞങ്ങളൊരു സ്ഥലത്ത് അപ്പോയിന്റ് ചെയ്തതല്ല. അവരെല്ലാം ദൈവത്തിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള ദർശനം കിട്ടിപ്പോയ ആളുകളാണ്. അല്ലാതെ ഒരാളെ അപ്പോയിന്റ് ചെയ്യുന്നത് തെറ്റാണെന്ന് ചോദിച്ചാൽ ഞാൻ അതൊന്നും തെറ്റാണെന്ന് പറയുന്നില്ല. ഇപ്പം ഇതിനെ തെറ്റും ശരിയുമല്ല. എല്ലാവരെ കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്നതെല്ലാം ഒരുപോലല്ല എന്ന് മാത്രമേ ഉള്ളൂ, എന്ന് മാത്രം. അല്ലാതെ നമ്മൾ വേറൊരു കാര്യം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ദൈവം ഓരോ സ്പെസിഫിക് ആയിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്നത് ദൈവത്തിന്റെ പ്രവർത്തനങ്ങളുടെ വ്യാപ്തി ഉണ്ടല്ലോ, വളരെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഒരു പ്രാവശ്യം ഞങ്ങളുടെ അടുത്ത് എന്റെ ഒരു ബൈബിൾ ക്ലാസ്സിൽ വെച്ച് അറ്റൻഡ് ചെയ്ത ഒരു മണക്കാലായി നിന്ന് തിയോളജിക്കൽ ഡിഗ്രി കഴിഞ്ഞാണ് ഒരു ബ്രദറിന്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഞാൻ കണക്കാൻ വെച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പൊ അന്ന് ഞാൻ വന്ന സമയത്ത് അദ്ദേഹം വന്ന സമയത്ത് എന്നോട്, ഞാൻ മധ്യപ്രദേശ് താമസിക്കുന്ന സമയമാണ്, വന്നതിനോട് പറഞ്ഞു, എനിക്ക് മധ്യപ്രദേശ് വർക്ക് ചെയ്യാനല്ല ദൈവത്തിന്റെ വിളി, UP ഹിൽസിലാണ് എനിക്ക് ദൈവത്തിന്റെ ഇപ്പോഴത്തെ ഇതനുസരിച്ച് ദൈവം എന്നോട് പറഞ്ഞിരിക്കുന്നത് അതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു നീ പൊക്കോ, പക്ഷെ വേറെ കാര്യമുണ്ട്, ഇപ്പൊ നീ പോയി കഴിഞ്ഞിട്ട് പ്രയോജനമൊന്നുമില്ല. കാര്യം നിനക്ക് ലാംഗ്വേജ് അറിയത്തില്ല, അവരുടെ കൾച്ചർ അറിയത്തില്ല, അതുമായിട്ടുള്ള യാതൊരു കാര്യങ്ങളും നിനക്ക് ബന്ധമില്ല. അതുകൊണ്ടൊരു കാര്യം ചെയ്യും, ഇവിടെ നിനക്ക് തിയോളജിക്കൽ എഡ്യൂക്കേഷൻ ഉണ്ട്, പക്ഷേ ഭാഷയും സംസ്കാരവും ഒക്കെ പഠിക്കാനായിട്ട് ഇവിടെ നിൽക്ക്. 3 വർഷം മധ്യപ്രദേശിലെ ഒരു സ്ഥലത്ത് താമസിച്ച് ഈ വ്യക്തി ഭാഷ പഠിച്ചു, സംസ്കാരം പഠിച്ചു, വേറെ മിഷണറിമാരുടെ കൂടെ നിന്ന് കാര്യങ്ങളെല്ലാം അഭ്യസിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നിനക്കിപ്പോൾ ലാംഗ്വേജ് അറിയാം, കൾച്ചറിനെ കുറിച്ച് ബോധ്യമുണ്ട്, ഇനി നിനക്ക് എവിടെയാണ് പോകേണ്ടതെന്നുള്ളത് പ്രാർത്ഥിച്ചു നോക്കാം. അപ്പൊ പ്രാർത്ഥിച്ചു നോക്കി ഒരു മാസമോ 30 ഡേയ്സോ 40 ഡേയ്സോ മറ്റോ അദ്ദേഹം ഫാസ്റ്റിംഗ് ഇരുന്ന് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞങ്ങളുടെ മിഷൻ ലീഡർ ജെയിംസ് എന്ന് പറഞ്ഞൊരാളാണ്, അദ്ദേഹത്തോട് പറഞ്ഞു, ജെയിംസെ ഞാൻ ഗോണ്ടിയായിക്ക് പോകാമെന്ന് പറഞ്ഞു. ഗോണ്ടിയ മധ്യപ്രദേശില, അന്ന് മധ്യപ്രദേശില, ഇപ്പൊ ഛത്തീസ്ഗഡിലാണ്. എന്നാ ജെയിംസ് ചോദിച്ചു, നീ വന്നപ്പോൾ പറഞ്ഞത് UP ഹിൽസിൽ പോകുന്നെന്നാണല്ലോ, എന്നിട്ട് പിന്നെ ഗോണ്ടിയ എന്ന് പറയാൻ കാര്യമില്ല. ഇപ്പൊ ഗോണ്ടിയ എന്ന് പറയുന്നത് MP യിലാണല്ലോ, ഇത് UP ഹിൽസ് എന്ന് പറയുമ്പോഴത്തേക്ക് അതങ്ങനെ ശരിയാകുന്നത്. ഉടനെ ഇവൻ പറഞ്ഞു, അല്ല UP ഹിൽസിൽ പോകാനാ കർത്താവിനോട് പറഞ്ഞിരുന്നത്, പക്ഷെ കർത്താവ് ഇപ്പൊ എന്നെ കാണിച്ചിരിക്കുന്നത് ഗോണ്ടിയായിക്ക് പോകുന്നത്. ജെയിംസ് ചോദിച്ചു, നീ എന്നോട് എന്താ കാണിച്ചെന്നുള്ളത് നീ അങ്ങ് പറ. അല്ല, ദൈവം കാണിച്ചത് ഗോണ്ടാന്നാ, പക്ഷെ ഗോണ്ട എന്ന് പറഞ്ഞൊരു സ്ഥലം ഇല്ലല്ലോ, അപ്പൊ അതുകൊണ്ട് ചിലപ്പം ഗോണ്ടിയ ആയിരിക്കും എന്ന് ഞാൻ അങ്ങ് ചിന്തിച്ചാന്ന് പറഞ്ഞു. ഇപ്പൊ ജെയിംസിന് ഈ കൈവെള്ളയിലെ വര പോലാണ് ഇന്ത്യയുടെ മുഴുവൻ സ്ഥലങ്ങളും. നമ്മൾ പറഞ്ഞു, ആരും വിളിച്ച് ഗോണ്ടിയ എന്ന് പറഞ്ഞ സ്ഥലമില്ലെന്ന്. 50 കിലോമീറ്റർ പോയാൽ മതി, നേപ്പാളിന് പോകുന്ന വഴിക്കാണ് ഗോണ്ട. ഇത് ഒറ്റയടിക്ക് പറഞ്ഞു. അത് UP ഹിൽസാ, ഉത്തരാഞ്ചലിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗമാണ്. UP ഹിൽ ഏറിയ ആണ്, ഹില്ലിലോട്ട് പോകുന്ന വഴിയാണ് ഗോണ്ട. നേപ്പാളിനോട്ട് കയറുന്ന വഴി, അവിടെ നിന്ന് ഗോരഖ്പൂർ കഴിഞ്ഞാൽ നേപ്പാളാണ്. അപ്പോൾ ഈ സ്ഥലം എന്ന് പറയുന്നത് ഇല്ല എന്നാണ് ഇവൻ ചിന്തിച്ചത്. പക്ഷെ ജെയിംസ് പിറ്റേ ആഴ്ച തന്നെ ഗോണ്ടായിൽ പോയി അവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങളെ കുറിച്ച് മറ്റുള്ള കാര്യങ്ങളെ കുറിച്ച് അന്വേഷിച്ച് തിരിച്ചു വന്നു. അതിനുശേഷം ഇവനെയും കൂട്ടിക്കൊണ്ടുപോയി അവിടെ ചെന്ന് വീടുകളൊക്കെ എടുത്തു. അതിനുശേഷം വന്നു അവന്റെ വൈഫിനെയും കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് തിരിച്ചുപോയി. ഇപ്പൊ ഗോണ്ടായിൽ വർക്ക് ചെയ്യണം. അപ്പൊ ഞാൻ പറഞ്ഞത്, സ്പെസിഫിക് ആയിട്ട് ദൈവം എന്ത് ചെയ്യും, ചില ആളുകളെ ചില സ്ഥലത്തേക്ക് പറഞ്ഞു വിടുന്നുണ്ട്. ഇത് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ, ഒരു ചെറിയ ഉദാഹരണം. ഇതുപോലെയാണ് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള എല്ലാ ആളുകളുടെയും കാര്യം. ഞങ്ങളുടെ കാര്യം തന്നെ പറഞ്ഞു. ഞാൻ തന്നെ മധ്യപ്രദേശിൽ ദമോ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ആദ്യം പോകുന്നത്. അപ്പൊ ഞാൻ 90 വരെ കോളേജ് സ്റ്റുഡൻസിനിടയ്ക്ക് വർക്ക് ചെയ്തിരുന്നത്, 1990 വരെ സ്റ്റുഡൻസിന്. ഞാൻ ആദ്യം തുടങ്ങിയ, അല്ലെങ്കിൽ ചെറിയ പരസ്യം തൊട്ട് തുടങ്ങിയ പരിപാടിയാണ്. കേരളത്തിന് മിക്കവാറുമുള്ള എല്ലാ മലയോര പ്രദേശങ്ങളിലും മലബാറിലും എല്ലാം ഞാനിങ്ങനെ കവലകളിലെല്ലാം പരിശോധന നടത്തിയിട്ടുണ്ട്. അപ്പം ചിലപ്പോൾ ജെസ്സിയും കൂടെ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടെ പരിശോധന നടത്തിയിട്ടുണ്ട്. ഇയാൾ പരിശോധന നടത്തിയില്ലാത്ത സ്ഥലമാണെന്ന് പറഞ്ഞാൽ മതി. കാര്യം ചെറുപ്പത്തിൽ അതുപോലെ യാത്ര ചെയ്തിട്ടുണ്ട്. അതുപോലെ യാത്ര ചെയ്ത് ഞാൻ പരിശോധന നടത്തുകയും സ്ഥലങ്ങളിൽ പോയി താമസിക്കും. 3 ദിവസം 4 ദിവസം 5 ദിവസമൊക്കെ പോയി താമസിക്കുകയും, ഞാൻ തന്നെയല്ല, എന്റെ കൂടെ കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ കോളേജ് സ്റ്റുഡൻസിനെല്ലാം കൊണ്ടുപോയി വർക്ക് ചെയ്യാറുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഞാൻ കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് മടിപ്പച്ച മാഫിയ തുടങ്ങുന്നത്. അപ്പൊ 9 years ഞാൻ ആ മാഫിയ നടത്തി. അത് കഴിഞ്ഞിട്ടാണ് അച്ഛൻകുഞ്ഞിന് ഞാൻ ആ മാഫിയ കൊടുക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ കോളേജ് സ്റ്റുഡൻസിനിടയ്ക്ക് 1980 to 90 ഓൾമോസ്റ്റ് ഐ വാസ് വർക്കിംഗ് വെരി ക്ലോസ്ലി വിത്ത് ICPF. 90 ആയപ്പോഴത്തേക്ക് കർത്താവിനോട് പറഞ്ഞു, ഐ ഹാവ് സംതിങ് എൽസ് ഇൻ മൈ മൈൻഡ് അബൌട്ട് യു. നിന്നെക്കുറിച്ച് എനിക്ക് വേറെ ചില കാര്യങ്ങളുണ്ട്, ഓർമ്മയുണ്ട്. അപ്പം നോർത്ത് ഇന്ത്യൻ മിനിസ്ട്രിയെ കുറിച്ച് എനിക്ക് വലിയൊരു ബേർഡൻ ഉണ്ടായി. പണ്ടും നോർത്ത് ഇന്ത്യയിൽ പോകാറുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ മിനിസ്ട്രിയെ ആ നിലയിൽ കൊണ്ടുപോകാനുള്ള വലിയൊരു ബേർഡൻ ഉണ്ടായി. ഒരു ട്രാൻസിഷണൽ ഒരു പീരിയഡ് പോലെ ഞാൻ കുറച്ച് നാളുകൾ കേരള ബന്ധുക്കോസ് ചേർത്ത് എഴുതാനാണ് ഞാൻ കുറച്ച് സമയമെടുത്തു. ആൻഡ് ഓൾസോ ഐ വാസ് ടീച്ചിങ് ഇൻ സം ബൈബിൾ സ്കൂൾസ്. മീറ്റിങ്ങുകളൊക്കെ നടത്തുകയും മീറ്റിങ്ങുകളൊക്കെ പോവുകയും ഒക്കെ ചെയ്തുകൊണ്ട്, ഇൻഫാക്ട് എന്താ ചെയ്യുന്നത് ചോദിച്ചാൽ ഒന്നും പറയാൻ വയ്യാത്ത ഒരു സ്റ്റേജ് ഇപ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റേജിൽ ഞാൻ കുറെ സമയം ചെലവഴിച്ചു. ഐ വാസ് സ്പെൻഡിങ് ടൈം വിത്ത് ദ ലോർഡ്. അപ്പോൾ ഈ ജെയിംസ് എൻ്റെ അടുത്ത്, അന്ന് ജെയിംസ് എൻ്റെ കൂടെ ചെറുപ്പത്തിൽ തൊട്ടേ അവൻ എൻ്റെ കൂടെ വരും. അപ്പോൾ ജെയിംസ് എന്നോട് എപ്പോഴും പറയും, അച്ഛൻ പോവുകയാണെങ്കിൽ ഞാനും നോർത്ത് ഇന്ത്യക്ക് വരികയാണ്.
ഞാൻ പറഞ്ഞു നിനക്ക് ശരിക്കും അങ്ങനെ പോകാൻ ആഗ്രഹം ഉണ്ട്. ഞാൻ ചോദിച്ചു എവിടെ പോകാൻ ആഗ്രഹം? അത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കും അറിയത്തില്ല എവിടെ പോകണ്ടെന്നുള്ളൂ, നീ എന്നോട് വരികയാണെങ്കിൽ കർത്താവ് നമുക്കൊരു വഴി എവിടെയാണെന്നുള്ളത് കാണിച്ചു തരട്ടെ അല്ലേ. അപ്പോൾ എനിക്ക് എൻ്റെ മാനുഷികമായിട്ട് പല ആലോചനകൾ എൻ്റെ മനസ്സിലുണ്ടായി. കാരണം ഞാൻ ആന്ധ്രാപ്രദേശിൽ സാധാരണ പോവുകയും ഈ ആന്ധ്ര സ്പീക്കിംഗ് തെലുഗു സ്പീക്കിംഗ് ആൾക്കാരിടയ്ക്ക് ബൈബിൾ ക്ലാസ്സുകൾ എടുക്കുകയും, അപ്പോൾ ഞാൻ ചിന്തിച്ച് നക്സൽ വില്ലേജസ് വല്ലതും തിരഞ്ഞെടുത്ത് അവിടെ വല്ലതും പോയാലോ, വാറങ്കൽ. അപ്പോൾ എനിക്ക് അന്നുണ്ടാകാനുള്ള കാരണം ഈ നക്സൽ വില്ലേജസ് എല്ലാം ഒരു വില്ലേജ് മൊത്തമായിട്ടും ഒരു ഫിലോസഫിയാണ് ഫോളോ ചെയ്യുന്നത്. ഒരു വില്ലേജിൽ ലെഫ്റ്റ് ചിന്താഗതി കയറി കൂടിയാൽ പിന്നെ അവിടുത്തെ മൊത്തം ആളുകളും അതിന്റെ പറയുകയാണ്. അപ്പൊ എന്റെ മനസ്സിലെ ചിന്ത അങ്ങനെയാണെങ്കിൽ ക്രിസ്ത്യാനിറ്റി അക്സെപ്റ്റ് ചെയ്യാതെ ഇത് ചെയ്താലും ഈ അവരുടെ എത്നിക് പശ്ചാത്തലത്തിൽ അവരുടെ ആന്ത്രോപോളജിക്കൽ സ്പെഷ്യാലിറ്റി വെച്ച് ഒരുപക്ഷെ ഇവരെ മൊത്തമായിട്ട് വരുമോ എന്നുള്ള ഒരു ആഗ്രഹത്തിന്റെയൊക്കെ പേരിലാണ് ഇത് ആലോചിച്ചത്. അത് വർക്കൗട്ട് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു തുളു സ്പീക്കിംഗ് ആളുകളുടെ ഇടയ്ക്ക് പോയി വർക്ക് ചെയ്താൽ കൊള്ളാം. അപ്പൊ ഞാൻ മോഹൻ പി ഡേവിഡ്, അദ്ദേഹം ഞങ്ങളുമായിട്ട് ഒത്തിരി വളരെ ക്ലോസ് ആയിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ആളാണ്. മോഹൻ പി ഡേവിഡോട് സംസാരിച്ച് അവിടെ പോയി കുറച്ച് വസ്തു വാങ്ങിച്ചു. അവിടെ കാര്യമായി ഫ്യൂഡലിസം ഇപ്പോഴും നിലവിലുള്ള സ്ഥലമാണ് ഈ തുളു സ്പീക്കിംഗ് ഭട്ടുമാരുടെ ഇടയ്ക്കൊക്കെ. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് കുറച്ച് വസ്തു വിട്ട് കഴിഞ്ഞാൽ അവിടെ പോയി കുറെ വസ്തുവൊക്കെ വാങ്ങിച്ച് മേ ബി ഐ ക്യാൻ ലിവ് ദയർ അറ്റ് ദ സെയിം ടൈമിനോ അങ്ങനെ പ്ലാൻ ചെയ്തു. തുളു പഠിച്ചാലോ എന്ന് ആലോചിച്ചു. ഒരു ഭട്ടുമായിട്ടൊക്കെ കുറച്ച് ഞാൻ സംസാരിച്ച് നോക്കി, അവൻ പഠിപ്പിക്കാമെന്നൊക്കെ ചോദിച്ചു. പക്ഷെ അതും ശരിയായി വന്നില്ല. അപ്പൊ ജെയിംസ് എന്നോട് പിന്നെയും പറഞ്ഞോണ്ടിരുന്ന നമുക്ക് പോകാൻ ഞാൻ തയ്യാറ്. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു സ്പെസിഫിക് കോളിംഗ് ഉണ്ടായില്ല. അതുകൊണ്ടാണ് കോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു എ പ്ലേസ്. ഞാൻ അവൻ ചോദിച്ചു നമുക്ക് മധ്യപ്രദേശിൽ പോയി കഴിഞ്ഞാലോ. അപ്പൊ ഞാൻ മധ്യപ്രദേശിൽ അവൻ 2-3 പ്രാവശ്യം. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് ബീഹാർ നോക്കാം. അപ്പൊ ഞങ്ങൾ 2-3 സ്ഥലങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ പറഞ്ഞു മധ്യപ്രദേശിൽ പോയാലോ. അപ്പൊ ഞാൻ ജെയിംസിനോട് ചോദിച്ചു നീ അത് ചോദിക്കാൻ കാര്യമുണ്ടോ, നിനക്ക് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള വല്ല വിഷൻ വല്ലതും ഉണ്ടായോ? ഞാൻ പറഞ്ഞു നമ്മള് ദമോ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് പ്രസംഗിക്കുന്നതായിട്ട് ഞാൻ ഒരു ദർശനം കണ്ടു. ഞാൻ പറഞ്ഞു ദാറ്റ്സ് ഗുഡ്. നീ എന്താ കണ്ടേ? അപ്പൊ പറഞ്ഞു നമ്മൾ ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുകയാണ്. അത് ഞാൻ ഇപ്പോഴും എന്റെ മനസ്സിൽ മായാതെ നിൽപ്പുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു റെയിൽവേ സ്റ്റേഷൻ നിനക്കറിയാം സ്ഥലം? അവൻ പറഞ്ഞു എനിക്കറിയത്തില്ല. അവന് നോർത്ത് ഇന്ത്യയിലൊക്കെ നടന്നിട്ടുള്ളതാണ്, യാത്ര ചെയ്തിട്ടുള്ളതാണ്, പഠിച്ചതേ ഉള്ളൂ, അവൻ പഠിച്ചിറങ്ങിയതേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു കാര്യം നമുക്ക് റെയിൽവേ സ്റ്റേഷൻ ആണെങ്കിൽ റെയിൽവേ മാപ്പിൽ എന്തായാലും കാണുമല്ലോ. സോ വി ജസ്റ്റ് റെയിൽവേ മാപ്പ് എടുത്ത് നോക്കി ആൻഡ് ദ പ്ലേസ് വാസ് ദെയർ. അങ്ങനെയാണ് ഞങ്ങൾ വാസ്തവത്തിൽ ദമോയ്ക്ക് പോകുന്നത്. ആദ്യമായിട്ട് ഞങ്ങൾ മധ്യപ്രദേശിലെ ദമോയിലോട്ട് പോകുന്നത്. എങ്ങനെയാ പോകേണ്ടതെന്ന് അറിയാൻ വയ്യാത്തത് കൊണ്ട് 2 ദിവസം കൊണ്ട് 3 ദിവസം കൊണ്ട് എന്നോട് 7 ദിവസം കൊണ്ടാണ് ചെന്നെന്നുള്ളതേ ഉള്ളൂ. കാര്യം ഇതിലേക്കൂടെയൊക്കെയാണ് പോകേണ്ടതെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് കൃത്യമായ ബോധ്യമില്ലായിരുന്നു. എന്നാൽ ഞാൻ പറഞ്ഞത് ദൈവം പ്രത്യേകമായിട്ട് ബസലിനെ ദൈവം പേർ ചൊല്ലി വിളിച്ചു, അവനെ ഒരു സ്പെസിഫിക് വർക്ക് ഏൽപ്പിച്ചു. എന്നാൽ ഓരോ സുവിശേഷ വേലക്കാരനെയും അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രവർത്തനം ചെയ്യാനുള്ള എല്ലാവർക്കും ഇങ്ങനെ സ്പെസിഫിക് ആയിട്ട് കോളിംഗ് കിട്ടി അങ്ങനെ പോകണമെന്ന് നിർബന്ധമില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. എഞ്ചിനീയർ ആകാൻ കോളിംഗ് വേണ്ട, അത്രയുമൊക്കെ കോളിംഗ് മതി എന്തോ ആകാനും, സുവിശേഷ വേലക്കാരനാകാനും. എഞ്ചിനീയർ ആകാൻ നമ്മൾ കോളിംഗ് വേണമെന്ന് പറയുന്നില്ലല്ലോ, വേണം. ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം അതാ ഇല്ലേ. നമ്മുടെ പിള്ളേർ 18 വയസ്സുള്ളപ്പം നമ്മൾ ഇരുന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിന് ആലോചന പ്രാപിക്കുന്നുണ്ട്. കർത്താവേ എന്റെ മോൻ എഞ്ചിനീയർ ആകാനാണോ അതാണോ നീ ഉദ്ദേശിക്കുന്നത്, അതോ മീൻ കച്ചവടക്കാരനാകാനാണോ, എന്താണെങ്കിലും എനിക്ക് സമ്മതമാ കർത്താവ് നമ്മൾ പറയൂ ഇല്ല. അപ്പൊ എഞ്ചിനീയർ ആകാൻ വേണ്ടി എന്ത് വേണ്ട? കോളിംഗ് വേണ്ട. ഡോക്ടർ ആകാൻ കോളിംഗ് വേണ്ട. ബാങ്ക് ഉദ്യോഗസ്ഥനാകാൻ കോളിംഗ് വേണ്ട. ബിസിനസ് ചെയ്യാൻ കോളിംഗ് വേണ്ട. പിന്നെ എന്തിനു മാത്രം മതി കോളിംഗ്? സുവിശേഷം ചെയ്യാൻ വേണ്ടി കോളിംഗ് ഉണ്ടല്ലേ പറ്റൂ. ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, നിങ്ങൾ സകല ജനതകളോടും പോയി സുവിശേഷം അറിയിക്കുമെന്നുള്ള കർത്താവിന്റെ കൽപ്പന എല്ലാവർക്കുമായി കൊടുത്തു കഴിഞ്ഞിട്ടുള്ള കൽപ്പനയാണ്. അത് ചെയ്യാൻ നിങ്ങൾക്ക് എത്രയും കോളിംഗ് വേണോ അത്രയും കോളിംഗ് തന്നെ വേണം. എഞ്ചിനീയർ ആകണമെങ്കിലും അത്രയും കോളിംഗ് തന്നെ. അപ്പം ഞാൻ പറഞ്ഞത് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കുറിച്ചുള്ള ദൈവഹിതം എന്താണെന്നുള്ളത് കുത്തിയിരുന്ന് ഉപവാസം കൊടുത്ത് പ്രാർത്ഥിച്ച് പ്രാപിക്കാൻ കഴിയാത്തതുകൊണ്ടല്ലേ നിങ്ങൾ എന്ത് പറയുന്നത്? അത് തന്നെയല്ല, അങ്ങനെ കാണാൻ ഇരുന്നാൽ ദൈവം സുവിശേഷ വേലയ്ക്ക് വിളിച്ചാലോ എന്നുള്ള പേടി കൊണ്ടുകൂടാണ് ഇരിക്കാത്തത്. വേറെ കാര്യമൊന്നുമില്ല. അങ്ങനെ കാണാൻ കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റുമോ ചിലപ്പം സുവിശേഷ വേലയ്ക്ക് വേണ്ടിയാണെന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പോകാതിരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ചോദിച്ചില്ലെങ്കിൽ കുഴപ്പമില്ലല്ലോ അല്ലേ. ഞാൻ പറഞ്ഞത് ദൈവം എല്ലാവരെയും വിളിക്കുന്നു. ഞാൻ ഇന്നലെ പറഞ്ഞ ഒരു കാര്യം അതാണ്. ഇന്ത്യയുടെ പശ്ചാത്തലം വെച്ച് നോക്കിയാൽ, ഇന്ത്യയുടെ ആവശ്യം വെച്ച് നോക്കിയാൽ, വിശാലമായി കിടക്കുന്ന ആ ഭൂമിയെ വെച്ച് നോക്കിയാൽ